ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ചീര. പല വെറൈറ്റി ചീരകളുണ്ട്. പച്ച, ചുവപ്പ്, പട്ടുചീര, വള്ളിച്ചീര തുടങ്ങിയവ. കൂടുതലായും ചുവപ്പ് കളർ ചീരയാണ് നാം ഉപയോഗിക്കുന്നത്. എന്നാൽ പച്ചച്ചീരയും ഏറെ രുചികരവും കൃഷി ചെയ്യാൻ എളുപ്പമുള്ളതുമാണ്. പച്ചച്ചീര ഇലപ്പുള്ളി രോഗം പ്രതിരോധിക്കുന്നതും കീട ആക്രമണങ്ങൾ കുറവുള്ളതുമാണ്. പോഷക സമ്പുഷ്ടവും ആരോഗ്യ പരിപാലനത്തിന് ധാരാളം സഹായിക്കുന്നവയാണ് ഇലക്കറികൾ. ഇലക്കറികളിൽ ഏറ്റവും പ്രാധാന്യം ചീര തന്നെ. ഇലകൾക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് വിളവെടുക്കുന്നതും പരിചരണ മുറകൾ താരതമ്യേന എളുപ്പമുള്ളതുമായ ഒരു വിളയാണ് ചീര. ഇലകളിൽ സമൃദ്ധമായി സൂര്യപ്രകാശം പതിക്കുന്ന സാഹചര്യവും ആവശ്യത്തിന് പോഷകഗുണമുള്ള മണ്ണും എപ്പോഴും ഈർപ്പത്തിന്റെ സാന്നിധ്യവുമുണ്ടെങ്കിൽ ചീര കൃഷിയിൽ വിജയം നേടാവുന്നതാണ്. നേരിട്ട് വിത്ത് പാകിയോ പറിച്ചു നട്ടോ പുതിയ തൈകൾ വളർത്തിയെടുക്കാനും പറ്റും. പൊതുവെ ബലം കുറഞ്ഞ തണ്ടുകളാണ് ചീരയുടേത്. തുടർച്ചയായി വിളവെടുക്കുന്നത് കൊണ്ടും പുതിയ തളിർപ്പുകളിൽ ഇലകളുടെ വളർച്ച പൂർത്തിയായാൽ വീണ്ടും വിളവെടുപ്പ് നടത്താം. മുറിച്ചെടുത്ത ചീര ചെറുതായി അരിഞ്ഞ് കറി വെക്കാൻ ഉപയോഗിക്കുന്നു. തോരൻ ഉണ്ടാക്കാനും ചീര കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. പാകം ചെയ്യാൻ പറ്റാത്ത, കളയാൻ ഒന്നുമില്ലാത്ത 100% ഭക്ഷ്യയോഗ്യമായ പച്ചക്കറിയാണ് ചീര. ചീര വിത്ത് മുളപ്പിക്കാനായി ഗ്രോ ബാഗിലോ തടങ്ങളിലോ വിതറി ഇടുമ്പോൾ അതിനുള്ളിലേക്ക് ഉറുമ്പ് വരാതെ നോക്കണം. തടത്തിന് ഗ്രോ ബാഗിന് ചുറ്റും ഒരു ചെറിയ ചരടിന്റെ വീതിയിൽ മഞ്ഞൾപ്പൊടി തൂക്കിയാൽ ഉറുമ്പുകൾക്ക് അതിനുള്ളിലേക്ക് കടക്കാൻ സാധിക്കില്ല. എല്ലാ വിത്തുകളും മുളച്ചു കിട്ടുകയും ചെയ്യും. തയ്യാറാക്കിയ തടത്തിൽ ഗ്രോ ബാഗിൽ ധാരാളം ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അല്ലെങ്കിൽ പശിമയുള്ള മണ്ണുമായി കലർത്തി വിതറിയാണ് വിത്തുപാകൽ നടത്തേണ്ടത്. വിത്തുപാകിയ ശേഷം പൂപ്പാട്ട കൊണ്ടോ കൈകൊണ്ടോ നോർമായി തളിച്ചോ നനച്ചു കൊടുക്കുമ്പോൾ വിത്ത് തനിയെ മണ്ണിനുള്ളിലേക്ക് ഇറങ്ങിക്കോളും. നനച്ചതിനു ശേഷം തടത്തിനോ ഗ്രോ ബാഗിനോ മുകളിൽ കുറച്ചുകൂടി ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ നേർത്ത ആവരണം പോലെ വിതറുന്നതും നല്ലതാണ്. വിത്ത് മുളച്ച് ആദ്യത്തെ ഇലകൾ വിരിയുന്നത് വരെയുള്ള 5-10 ദിവസത്തെ നനയുടെ രീതി, അളവ്, വെള്ളം, ചെറുതൈകളിൽ വീഴുന്നതിന്റെ ആഘാതം എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ണിൽ നല്ല ഈർപ്പം നിലനിർത്തുന്നതിന് ആവശ്യമായ നനയാണ് വേണ്ടത്. പൂപ്പാട്ട കൊണ്ടോ ഹോസിന്റെ അറ്റത്ത് ഷവർ പിടിച്ച് വെള്ളം നേർത്ത മഴച്ചാറൽ പോലെ കിട്ടുന്ന വിധത്തിലോ വേണം നനച്ചു കൊടുക്കാൻ. വേനൽക്കാല മാസങ്ങളിൽ ദിവസവും 2 നേരം നനയ്ക്കേണ്ടി വരും. അല്ലാത്ത സീസണുകളിൽ ദിവസത്തിൽ 1 തവണ നനച്ചാൽ മതി. കേരളത്തിലെ വേനലിനെ നേരിടാനുള്ള കരുത്തുണ്ട് കുഞ്ഞു ചീരച്ചെടികൾക്ക്. മണ്ണിൽ ആവശ്യത്തിന് പോഷകവും ഈർപ്പവും വേണമെന്ന് മാത്രം. ചെടികളുടെ വേഗത്തിലുള്ള വളർച്ചയിൽ നിന്നും മണ്ണിന്റെ പോഷകഗുണം മനസ്സിലാക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിൽ വളരുന്ന ചീരത്തണ്ടിൽ നിന്നും ഓരോ 10 ദിവസം കഴിയുമ്പോഴും വിളവെടുപ്പ് നടത്താം. ഓരോ വിളവെടുപ്പിന് ശേഷം ചാണകം കലക്കിയതോ ഗോമൂത്രമോ വളമായി ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് വിജയകരമായി ചീരകൃഷി ചെയ്യാം, അതും ജൈവ രീതിയിൽ. ഗ്രോ ബാഗിൽ ചീരകൃഷി ചെയ്യുമ്പോൾ ധാരാളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ബാഗുകൾ സജ്ജീകരിക്കാം. ചെടികളുടെ വളർച്ചാ കാലത്ത് ആവശ്യമെങ്കിൽ കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. ടെറസ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വിളയാണ് ചീര. മഴക്കാല സീസണിൽ വിത്ത് മുളപ്പിക്കലും ചെറിയ തൈകളെ മഴയുടെ ആഘാതത്തിൽ നിന്നും രക്ഷിക്കലുമാണ് 2 പ്രധാന വെല്ലുവിളികൾ. നേരിട്ട് മഴ പതിക്കാത്ത സൺസൈഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ ഗ്രോ ബാഗുകൾ ആവശ്യമുള്ളത്ര തൈകൾ വളർത്തിയെടുക്കാം. ഏറ്റവും കൂടുതൽ പ്രകാശം കിട്ടുന്നതും എന്നാൽ മഴ നേരിട്ട് പതിക്കാത്തതുമായ സ്ഥലത്ത് ഗ്രോ ബാഗുകൾ വെക്കാൻ ശ്രദ്ധിക്കുക. തൈകൾ മഴയെ അതിജീവിക്കാനുള്ള കരുത്തു നേടി എന്നുറപ്പായാൽ പറിച്ചു നടാം. ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിൽ വാരങ്ങളെടുത്ത് ആവശ്യത്തിന് അടിവളം ചേർത്ത് തയ്യാറാക്കിയ ശേഷം തൈകൾ 30 സെന്റിമീറ്റർ അകലത്തിൽ നടാം. ഇത്തരത്തിൽ മണ്ണു നിറച്ച് തയ്യാറാക്കിയ ഗ്രോ ബാഗുകളിൽ തൈകൾ നടാം. മഴക്കാലത്ത് പലപ്പോഴും ഒട്ടും മഴയില്ലാത്ത ഇടദിവസങ്ങൾ ഉണ്ടാവും. അത്തരം സന്ദർഭങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ജലസേചനം നടത്തണം. മഴക്കാല മാസങ്ങളിൽ വിളവ് വേനൽക്കാല മാസങ്ങളെ അപേക്ഷിച്ച് കുറവും. ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ചീരയിൽ പുഷ്പിക്കൽ മാസം കൂടുതലാണ്. ഈ സമയത്ത് വിളവെടുക്കൽ വൈകിയാൽ ശാഖത്തിൽ പൂങ്കുല രൂപപ്പെടും. പൂങ്കുല കണ്ടു തുടങ്ങിയാൽ ഉടനെ വിളവെടുക്കണം. പൂക്കളുടെ ഭാഗങ്ങൾ ഭക്ഷ്യാവശ്യത്തിന് ഉപയോഗിക്കാത്തതിനാൽ അത്തരം ഭാഗങ്ങൾ നുള്ളിക്കളഞ്ഞ ശേഷം വേണം ചീര വിപണനം ചെയ്യാൻ. കുറെ തവണ വിളവെടുത്തു കഴിയുമ്പോൾ പുതുവളർച്ച സാവധാനത്തിലാവുകയും ഇലകളുടെ വലിപ്പം കുറയുകയും ചെയ്യും. ഈ സമയത്ത് പഴയ ചെടികൾ പറിച്ചു കളഞ്ഞ് ഗ്രോ ബാഗിൽ പുതിയ മിശ്രിതം നിറച്ച ശേഷം ധാരാളം വെയിൽ കിട്ടുന്ന ഏതു സ്ഥലത്ത് കൊണ്ടുവച്ചും അടുത്ത സെറ്റ് തൈകൾ ഉപയോഗിച്ച് ചീരകൃഷി തുടരാം. പരിചയസമ്പന്നരായ കൃഷിക്കാർ ഏറ്റവും ആദായകരമായി ചെയ്യുന്ന കൃഷിയാണ് ചീരകൃഷി.